തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളെ ചൊല്ലി തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കി മകൻ രഘു ഇട്ട പോസ്റ്റാണ് കൂട്ടത്തിൽ ആദ്യം. വിമർശനത്തിന് മറുപടിയുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. കലാമണ്ഡലം ഗോപി തനിക്ക് ഗുരുതുല്യനെന്ന് സുരേഷ് ഗോപി. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണുമെന്നും സുരേഷ് ഗോപി. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. അതെനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഫോട്ടോയാണ് മറ്റൊന്ന്. ചർച്ചയായതോടെ ഇരുവരും പോസ്റ്റുകൾ പിൻവലിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സ്ഥാനാർത്ഥികൾ കാണുമെന്നും അത് വിവാദമാക്കേണ്ടതുമായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രതികരണം. ഞാൻ ടൊവിനോ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ വോട്ടറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആളെ കാണാൻ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പോൾ ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളോട് നിർദ്ദേശം കൊടുത്തു, ഇടുമെന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ അത് അവസാനിച്ചു. തെരഞ്ഞെടുപ്പിൽ താരങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വഴങ്ങാതെ വന്നാൽ മറ്റു വഴികളിലൂടെ സ്വാധീനിക്കും. അതാണ് തൃശൂരിൽ സുരേഷ് ഗോപി ചെയ്തത്. VS സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപിയാശാൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. അദ്ദേഹമല്ല എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. പടം ഇന്നലെ VS സുനിൽകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യം അറിയില്ല അതൊന്നും അതിന് സംബന്ധിച്ച്. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ രഘുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനുശേഷം അവാർഡുകൾ നൽകി വോട്ട് നേടാൻ ശ്രമം എന്ന ഒരു ആരോപണം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അതിനുശേഷം ആ പോസ്റ്റ് അപ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. പാർട്ടിയാണ്, വ്യക്തികളല്ല ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന്. ഏത് സാഹചര്യത്തിലാണ് ഈ രഘുവിൻ്റെ പോസ്റ്റ് അപ്രത്യക്ഷമായത്? അതേപോലെ തന്നെ ഈ VS സുനിൽകുമാർ, ടൊവിനോ ഒപ്പമുള്ള ഫോട്ടോ, അങ്ങനെ സമൂഹ മാധ്യമത്തിലും തെരഞ്ഞെടുപ്പ് ചൂട് നിറയുകയാണല്ലോ. ക്രിസ്റ്റിന, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇരു മുന്നണികളെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആദ്യം രംഗത്തെത്തുന്നത് ഇപ്പോൾ ഈ ഗോപിയാശാനുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചില VIP-കൾ ശ്രമിച്ചു എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മകൻ രഘു ആണ് ഇത്തരത്തിലൊരു പോസ്റ്റ് രാവിലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. അതിൽ ഇദ്ദേഹത്തിന്റെ കുടുംബ ഡോക്ടറായിട്ടുള്ള ഒരു ഡോക്ടർ മുഖാന്തരമാണ് ചർച്ച നടത്തിയതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുമായി കാണാൻ താല്പര്യമില്ല എന്നറിയിക്കുന്നു. ആ സമയത്ത് പത്മഭൂഷൺ വേണ്ടേ എന്ന തരത്തിൽ ഈ ഡോക്ടർ ചോദിച്ചു എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് മകൻ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായതോടുകൂടി ഇത് പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. മകനുമായി സംസാരിക്കുമ്പോൾ അത് ഈ അടുത്ത ആളുകൾ പോലും ഇത്തരത്തിൽ തങ്ങളെ സമീപിക്കുന്ന സാഹചര്യത്തിൽ ഈ മനോവിഷമത്തിന്റെ പുറത്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇത്തരത്തിലാണ്. താനല്ല ആരെയൊക്കെ കാണണം എന്നത് സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തീർത്തും പാർട്ടിയാണ്. പാർട്ടി പറയുന്ന പ്രകാരമാണ് താൻ മുന്നോട്ട് പോകുന്നത്. ഗോപിയാശാനെ കാണണമെന്ന് പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് താൻ കാണുക തന്നെ ചെയ്യും. കാരണം താൻ ഗുരുതുല്യനായി കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ എല്ലാ ദക്ഷിണയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കാൽ വണങ്ങണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം. അതിന് അദ്ദേഹം വിസമ്മതിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിലുള്ള പോസ്റ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ, വിവാദങ്ങളൊക്കെ തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്.